പ്രീതി, സന്ദീപ്, മറ്റ് ഉദ്യോഗസ്ഥർ, പ്രിയങ്കരായ തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലർമാർ, മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, അതിഥികൾ, മാധ്യമ പ്രവർത്തകർ, എല്ലാവർക്കും വിനീത നമസ്കാരം. വളരെയധികം സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് തീർത്തും പറയാൻ വയ്യ. വലിയ തോതിലുള്ള ദുഃഖവും, അതായത് ചെയ്യാത്ത തെറ്റിനും കുറ്റത്തിനും വെറും അധമ രാഷ്ട്രീയം ഉപയോഗിച്ച് മലിനപ്പെടുത്താൻ ശ്രമിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു വിയർപ്പ് മാത്രമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല രാഷ്ട്രീയ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, മോദിയുടെയും അമിത്ഷായുടെയും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിൻ്റെയും സുരേഷ് ഗോപിയുടെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നല്ല ഈ പണം കൊടുക്കുന്നത്. ഇന്ത്യയിലെ പണപ്പിരിവ് അത് ചുങ്കത്തിൻ്റെ പേരിൽ പിരിച്ചു വരുന്ന പണം, അതിൽ നിന്ന് ബഡ്ജറ്റ് അലോക്കേഷൻ വഴി കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് അനുവദിച്ച് തന്നിട്ടുള്ള തുകയിൽ നിന്ന്, അത് ഉത്സവകാല ആഘോഷങ്ങൾക്ക് വേണ്ടി കേരളത്തിന് അനുവദിച്ചിട്ടുള്ള 80 ലക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം 2025-26 എന്ന് പറയുമ്പോൾ അത് മാർച്ച് 31 കഴിഞ്ഞു കാലഘട്ടത്തിലെ 80 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷമാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കൊടുത്തത്. 24 ലക്ഷമാണ് പുലിക്കളി സംഘങ്ങൾക്ക് അനുവദിച്ചത്. ഒരു 9 ലക്ഷം രൂപയുടെ അധികം ചെലവെന്ന് പറയുന്നത് സ്പെഷ്യൽ പെർമിഷൻ ക്യാബിനറ്റിൽ നിന്ന് സാധ്യമാക്കിക്കൊണ്ടാണ്. അങ്ങനെ മൊത്തം ഏതാണ്ട് 89 ലക്ഷമാണ് കഴിഞ്ഞ വർഷം കൊടുക്കാൻ സാധിച്ചത്. ഈ വർഷം അത് 80 ലക്ഷവും അതിൽ നിന്ന് 20 ലക്ഷം നെഹ്റു ട്രോഫി, 20 ലക്ഷം ഉത്രട്ടാതി വള്ളംകളി. അതിൻ്റെ പാരമ്പര്യ സ്വഭാവം വളരെ കൾച്ചറലായിട്ടുള്ള ഒരു എലമെൻ്റ് ആയതുകൊണ്ട് അതുകൂടി ഇത്തവണ, കഴിഞ്ഞ തവണ സാധിച്ചില്ല, ഉൾപ്പെടുത്തിക്കൊണ്ട് 20 ലക്ഷം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക്, ഈ വർഷം പുലിക്കളി സംഘങ്ങൾക്ക് 25 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ വളരെ കൃത്യമായിട്ട് IAS-കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിൽ ഇതിൻ്റെ ഗൈഡ് ലൈൻസ്, സ്പോൺസർഷിപ്പ് ആണോ ഫണ്ടാണോ, ഇതൊന്നും ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ഇത് ആത്യന്തികമായിട്ടൊരു സെൻട്രൽ സപ്പോർട്ട് ഫണ്ട് തന്നെ. അതിന് ചില പാരാഫർണേലിയ ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പുലിക്കളി സംഘങ്ങൾ വായിച്ച് മനസ്സിലാക്കണം എന്ന് നമുക്ക് നിർബന്ധിക്കാനൊക്കത്തില്ല. ഇത് DTPC-യിലേക്കാണ് കേരള സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വഴി വരുന്നത്. അവിടെ ഇരിക്കുന്ന ടൂറിസം സെക്രട്ടറി തുടങ്ങി ജില്ലാ കളക്ടർ, DTPC-യിലെ ഉദ്യോഗസ്ഥർ എല്ലാം വായിച്ച് മനസ്സിലാക്കണ്ട. ഇതിന് ഞങ്ങൾക്ക് തലേന്നാണ് ഈ ഓർഡർ കിട്ടിയത് എന്ന് പറയുന്നത് അതിലേക്ക് വഴിതെളിച്ച ഒരു അധമ രാഷ്ട്രീയ പ്രവർത്തനം കൂടി ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശ്രീ ബിജു എന്ന് പറയുന്ന കേരളത്തിൻ്റെ ടൂറിസം സെക്രട്ടറിയെ ഒരു 25 തവണ അങ്ങോട്ട് വിളിച്ച്, ഞാൻ മന്ത്രിയായതിനു ശേഷം നടക്കുന്ന 2ാമത്തെ പുലിക്കളിയാണ്, എനിക്കിതിൽ പങ്കാളിയായേ മതിയാവൂ എന്ന് നിർബന്ധപൂർവം പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു കത്ത് വരാതെ ഒരു കാരണവശാലും ഇത് അവിടെ ക്യാബിനറ്റിൽ പ്രസന്റ് ചെയ്യാനൊക്കത്തില്ല. കാരണം ഇന്ന് വരെ കേന്ദ്ര ടൂറിസത്തിൽ നിന്നോ കേന്ദ്ര ക്യാബിനറ്റിൽ നിന്നോ പുലിക്കളിക്ക് ഒരു തുക അനുവദിച്ചു വന്ന ചരിത്രം ഭൂമി മലയാളത്തിനുണ്ടായിട്ടില്ല. അത് തൃശ്ശൂർക്കാരുടെ
ബൃഹത്തായ രാഷ്ട്രീയത്തിന് അതീതമായ നിശ്ചയത്തിന്റെ പുറത്ത് തെരഞ്ഞെടുക്കപ്പെട്ടയാൾ ടൂറിസം മന്ത്രിയായി വന്നതിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ഒരു പുതിയ മുന്നേറ്റം തന്നെയായിരുന്നു. ഇതിപ്പോ തുടങ്ങിയ പ്രണയമല്ല. ഞാൻ രാജ്യസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് സൗത്ത് സോൺ കൾച്ചർ വഴിയാണ് അന്ന് പ്രധാനമന്ത്രിയോട് പുലിക്കളി ട്രഡീഷൻ, ഇത് ജനങ്ങളുടെ ഉത്സവമാണ്, ഒരു ദേവസ്വത്തിന്റെ അല്ല, ഒരു കോർപ്പറേഷന്റെയും അല്ല, ഒരു മന്ത്രിസഭയുടെയും അല്ല, ഇത് ജനങ്ങളുടെ ഉത്സവമാണ് എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ഫണ്ട് കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് സൗത്ത് സോൺ കൾച്ചർ സെന്റർ വഴിയാണ് 1 ലക്ഷം രൂപ വെച്ചെന്നാണ് എൻ്റെ ഓർമ്മ കൊടുത്തു. ആ 1 ലക്ഷം രൂപ പോരാ എന്ന് നിശ്ചയിച്ച് 2-3 വർഷം ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നാണ് 50,000 രൂപ വെച്ച് ഓരോ ടീമിനും ഞാൻ കൊടുത്തത്. അപ്പൊ ഈ പുലിക്കളി സംഘത്തോടും ആ സംസ്കാരത്തോടുമുള്ള പ്രണയം തുടങ്ങിയത് MP ആയതിനു ശേഷമല്ല. അത് തുടരും, ഇനി അത് വളരുകയും ചെയ്യും. ആ പാരമ്പര്യത്തെ തന്നെയാണ് പ്രണയിച്ചു പോന്നിട്ടുള്ളത്. അതങ്ങനെ തന്നെ തുടരും. അപ്പോ ഇത് കൃത്യം 10 ദിവസമോ 8 ദിവസമോ പുലിക്കളിക്ക് അവശേഷിക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. ഞാനിത് പബ്ലിക് ഡൊമൈനിൽ എത്തിക്കും. ഇതുവരെ കേരള സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യം ഇവിടെ എത്തിയിട്ടില്ല രേഖാമൂലം എന്നറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുമൻ ബില്ല എൻ്റെ അടുത്ത് തൊട്ടടുത്തിരിക്കുകയാണ്. അദ്ദേഹം അഡീഷണൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ മെയിലിലേക്ക് റിക്വസ്റ്റ് ജമ്പ് ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിനും ഓഡിറ്റും കാര്യങ്ങളും ഒക്കെ ഇല്ലേ? അവർക്കും ഇതെല്ലാം നോക്കണ്ടേ? ആ പേപ്പർ വന്നതിന് ശേഷം 5-ാം ദിവസമാണ് പ്രോസസ് ചെയ്ത് ഗ്രാന്റഡ് എന്ന് പറഞ്ഞ് നോട്ടീസ് വരുന്നത്. പക്ഷെ ആ നോട്ടീസ് വന്നതിന്റെ 3-ാം ദിവസം പുലിക്കളിയാണ്. പക്ഷെ എന്താണ് നമ്മള് ഒരു എന്താ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ലൊടുക്ക് ആഫീസർക്കല്ല ഇത് അയച്ചത്. ഒരു സംസ്ഥാനത്തിന്റെ വകുപ്പ് സെക്രട്ടറിക്കും DTPCക്കും ജില്ലാ കളക്ടർക്കുമാണ് അയച്ചത്. ഞാൻ എന്തിനാ ഇതിങ്ങനെ പറയുന്നത്? ഉദ്യോഗസ്ഥരെ വേദനിപ്പിക്കാനല്ല. പക്ഷെ ആ ഉദ്യോഗസ്ഥരെല്ലാം ഇതിന് ഉത്തരവാദികളാണെന്ന് ഞാൻ ഇവിടെ അടിയുറപ്പിച്ച് സ്ഥാപിക്കുന്നു. ആ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ വന്ന് ഇതിന് മറുപടി പറയട്ടെ. വായിച്ചില്ല, മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമല്ല. അല്ലെങ്കിൽ ശിഖ പറയട്ടെ. ഞാൻ ശിഖയെ ആ ഡെഡ് ലോക്കിലേക്ക് കൊണ്ട് അമർത്തുന്നില്ല. ഇത് രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയുമല്ല ചെയ്തത്. എനിക്കറിയില്ല ഞാൻ തൃശ്ശൂര് ഇലക്ഷന് നിൽക്കാൻ പോകുന്ന ആളാണെന്ന്. പക്ഷെ പൂരത്തെയും പുലിക്കളി പോലെയുള്ള കുമ്മാട്ടിക്കളി പോലെയുള്ള കലകളെ മുഴുവൻ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയ്ക്കുള്ള ഒരു അധിക ആവേശം ഉണ്ടായിട്ടുണ്ട്. അത് തെറ്റായി പോയി എന്ന് നിങ്ങൾ എന്നെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആവേശമൊന്നും വേണ്ട, സ്നേഹവും വേണ്ട എന്ന് പറയുന്ന ഒരു പാഠം നിങ്ങൾ എന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.